വെൽക്കം ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് പവർ ഓട്ടോമേഷന്റെ ഫസ്റ്റ് മോഡ്യൂൾ, അതായത് ഇൻട്രൊഡക്ഷൻ ടു ഫ്ലൂയിഡ് പവർ മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ മോഡ്യൂളോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അറിയേണ്ടത് എന്താണ് ഫ്ലൂയിഡ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഫ്ലൂയിഡ്? നമ്മൾ FM പഠിച്ചപ്പോഴൊക്കെ ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് ലിക്വിഡ് ഫ്ലൂയിഡ് വരുന്ന കാര്യമാണ്, അതുപോലെ തന്നെ ഗ്യാസും ഫ്ലൂയിഡ് വരുന്ന കാര്യമാണ്. ഇത് രണ്ടുകൂടെ ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. അപ്പോൾ ഫ്ലൂയിഡിനായിട്ട് ഒരിക്കലും ലിക്വിഡ് മാത്രമല്ല, ഗ്യാസും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫ്ലൂയിഡ് പവർ ഓട്ടോമേഷൻ സബ്ജക്റ്റിനകത്ത് പഠിക്കുന്നതെല്ലാം തന്നെ ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പവർ കൊടുക്കും, അതുപോലെ ഗ്യാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പവർ കൊടുക്കും. ഇതാണ് നമ്മൾ ഒരു അടിസ്ഥാനമായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലൂയിഡ് പവർ എന്ന് പറഞ്ഞാൽ. ഫ്ലൂയിഡ് പവർ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫ്ലൂയിഡ് പവർ നമുക്ക് രണ്ട് രീതിയിലുണ്ടെന്ന് പറയാം. ഒന്ന് ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, രണ്ട് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോളിക്സ് എന്ന് പറയും. ഹൈഡ്രോളിക് എന്നൊക്കെ പറയത്തില്ലേ? ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോളിക്സ്. ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ന്യൂമാറ്റിക്സ് എന്നാണ്. ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിക്ക് പറയുന്നവരാണ് ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്ലൂയിഡ് പവർ എന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ഹൈഡ്രോളിക് സിസ്റ്റം എന്ന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു പേരാണ് ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പവറിനകത്തുള്ള ലിക്വിഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. വെള്ളം അല്ലെങ്കിൽ ഓയിൽ, സിന്തറ്റിക് ഓയിലൊക്കെ ഉള്ളത്, അതാണ് ഹൈഡ്രോളിക്സിൽ വരുന്നതെങ്കിൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ എയർ ആണ് മോസ്റ്റ് കോമൺ. എയർ ആണ് കോമൺ ആയിട്ട് ലഭിക്കുന്നത്, അതുകൊണ്ട് എയർ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത്. എയറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ഫ്ലൂയിഡ് പവറിലെ ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ വളരെ ഇമ്പോർട്ടന്റ് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലൂയിഡ് പവർ എന്ന് അറിയണം. എന്താണ് ഫ്ലൂയിഡ് പവർ എന്ന് അറിയണം. ഈ ഫ്ലൂയിഡ് പവറിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്കൽസ് ലോ ആണ്. അപ്പൊ പാസ്കൽസ് ലോയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് അറിയേണ്ടത് എന്താണ് ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം ഉണ്ടാവും. ആ ഡയഗ്രം വെച്ചിട്ട് അതിന്റെ പാർട്സ് നമ്മളൊന്ന് വിശദീകരിക്കണം. 3, എന്താണ് ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് അറിഞ്ഞിരിക്കുക. ന്യൂമാറ്റിക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പാർട്സ് ഒക്കെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇനി അടുത്തത് 4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ബിറ്റ്വീൻ ന്യൂമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക് സിസ്റ്റം. അടുത്തത് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഈ നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഓയിൽസ് ഉണ്ടല്ലോ, ഈ ഓയിൽസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടാവണം, ഇനി ആ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ അഡിറ്റീവ്സ് ആഡ് ചെയ്തിട്ടാണ് ആ പ്രോപ്പർട്ടി വരുത്തുന്നത്, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് ഈ 5 കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ അത് ഹിസ്റ്ററി ഓഫ് ഫ്ലൂയിഡ് പവർ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യം, അതൊക്കെ നമ്മളൊരു തിയറി ബേസ്ഡ് ഒരു കഥയാണ്. അത് ഓർത്ത് ഇങ്ങനെ ഇട്ടാൽ മതി. നമുക്ക് അറിയാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ സ്കീമാറ്റിക് ഡയഗ്രം വെച്ച് പാർട്സ് അടയാളപ്പെടുത്തി നമുക്ക് വിശദീകരിക്കാൻ പറ്റണം. അതുപോലെ തന്നെയാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ കാര്യവും. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് തന്നെ ആയിരിക്കും ഇതിന്റെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ദിവസവും ഈ യാത്ര ചെയ്യുന്ന ബസ്സുകളുണ്ട്, അതുപോലെ മെട്രോ ട്രെയിനുകളുണ്ട്. അതിന്റെയൊക്കെ ഡോർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം പുതിയ ഇറങ്ങുന്ന നമ്മുടെ ലൈൻ ബസ് ഒക്കെ, പ്രൈവറ്റ് ബസ്സും KSRTC ബസ് എല്ലാം ഡോർ ഓട്ടോമാറ്റിക് ഡോറാണ്. അതെല്ലാം തന്നെ ന്യൂമാറ്റിക് ഡോറുകളാണ്. ന്യൂമാറ്റിക്സ് ആണ് അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. എയറിന്റെ സഹായത്തോടെ, കംപ്രസ്ഡ് എയറിന്റെ സഹായത്തോടെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫ്ലൂയിഡ് പവറിന്റെ നമ്മൾ എപ്പോഴും കാണുന്ന പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറഞ്ഞ ബസ്സിന്റെയും മെട്രോ റെയിലിന്റെ ഒക്കെ ഡോറുകൾ ഉണ്ടല്ലോ, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ന്യൂമാറ്റിക്സ് വഴിയായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആദ്യമായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എന്താണ് ഫ്ലൂയിഡ് പവർ എന്നുള്ള കാര്യം. ഈ ഫ്ലൂയിഡ് പവറോട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ സ്ട്രീമിന് പറയുന്നവർ ഹൈഡ്രോളിക്സ് എന്നാണ്. ഫ്ലൂയിഡ് പവർ ഈസ് കോൾഡ് ഹൈഡ്രോളിക്സ് വെൻ ദ ഫ്ലൂയിഡ് ഈസ് ലിക്വിഡ്. ഇനി ഫ്ലൂയിഡ് പവർ ന്യൂമാറ്റിക് എന്ന് പറയാറുണ്ട് വെൻ ദ ഫ്ലൂയിഡ് ഈസ് എ ഗ്യാസ്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഗ്യാസിനകത്ത് തന്നെ മോസ്റ്റ് കോമൺ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എയർ ആണ്. എയർ യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഹൈഡ്രോളിക് സിസ്റ്റം യൂസ് ലിക്വിഡ് ആസ്പെക്ട് such as petroleum oils, synthetic oils, water, etc. for their working. ഇനി ന്യൂമാറ്റിക്സിനകത്താണെങ്കിലോ, ന്യൂമാറ്റിക്സ് ഗ്യാസ് എന്ന് പറഞ്ഞാലും സ്പെസിഫിക്കലി എയർ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാര്യം എയർ അബണ്ടന്റ് ആണ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ എയർ ആണ് നമ്മൾ കംപ്രസ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഫ്ലൂയിഡ് പവർ ഈസ് എ ടെക്നോളജി ദാറ്റ് ഡീൽസ് വിത്ത് ജനറേഷൻ, കൺട്രോൾ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് പവർ യൂസിങ് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് മീൻസ് ലിക്വിഡും ഉണ്ടാവാം ഗ്യാസും ഉണ്ടാവാം. ലിക്വിഡ് ആണെങ്കിൽ ഹൈഡ്രോളിക്സ് എന്ന് പറയും, ഗ്യാസ് ആണെങ്കിൽ ന്യൂമാറ്റിക്സ് എന്ന് പറയും. ഇനി നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇതിനകത്തുള്ള നമ്മുടെ ഫ്ലൂയിഡ് പവറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു. അതിനൊരു സ്കീമാറ്റിക് ഡയഗ്രം ഉണ്ട്, അതിന്റെ പാർട്സ് ഉണ്ട്, അതിന്റെ വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കി വെക്കും. നമുക്ക് അടുത്ത അതിലോട്ട് പോവാം. സോ നിങ്ങളിപ്പം കാണുന്നതാണ് നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ട്, ന്യൂമാറ്റിക് സിസ്റ്റം ഉണ്ടെന്നുള്ള കാര്യം. സോ ഈ ഫിഗർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് നമുക്ക് ഒരു പാർട്ട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് എന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പറയാം.
അപ്പം ഹൈഡ്രോളിക് സിസ്റ്റം ആണ്. ഹൈഡ്രോളിക് എന്ന വേർഡ് തന്നെ നമുക്കറിയാം ലിക്വിഡ് ആണെന്ന് അറിയാം. സോ ലിക്വിഡ് അല്ലെങ്കിൽ ഓയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു റിസർവോയർ ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിനകത്തായിരിക്കും നമ്മളുടെ ഓയിലിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഓയിലിനെ നമ്മളൊരു പമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മളിവിടെ ഫീഡ് കൊടുത്ത് കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾ നോക്കിയേ, ഇവിടുന്ന് ഒരു പൈപ്പ് വഴി ഈ പമ്പ് ഇതിനെ നമ്മൾ സക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നു. എങ്ങനെയാ പമ്പ് വർക്ക് ചെയ്യുന്നത്? പമ്പ് വർക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു മോട്ടർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മോട്ടറാണ് ഇവിടുത്തെ പ്രൈം മൂവർ. മോട്ടർ നമ്മൾ കറണ്ട് കൊടുക്കും, ഇലക്ട്രിക് മോട്ടറാണ്. കറണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പവർ കൊടുക്കുമ്പോഴത്തേക്ക് മോട്ടർ റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് പമ്പ് വർക്ക് ചെയ്യും. ഈ പമ്പ് നമ്മുടെ ഈ പറഞ്ഞ നമ്മളുടെ ഈ ഇവിടുന്ന് ലിക്വിഡിനെ സക്ക് ചെയ്ത് നേരെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ആ ലിക്വിഡിനെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ പമ്പിന്റെ തൊട്ട് മുന്നേ ഒരു ഫിൽറ്റർ ഇരിപ്പുണ്ട്. ഫിൽറ്റർ എന്ന വേർഡ് തന്നെ അറിയാം, അരിപ്പ പോലെ ആക്ട് ചെയ്യുന്ന സാധനം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഓയിൽ ടാങ്കിനകത്ത് റിസർവോയറിനകത്തുള്ള പൊട്ട് പൊടി അഴുക്കുകളൊക്കെ ഉണ്ടാവും. സോ അതിനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ഇൻ കേസ് ഫിൽറ്റർ വർക്കിംഗ് അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൂടെ ഡയറക്റ്റ് പോയി പമ്പിൽ കയറി പമ്പ് നശിക്കുകയും സാധ്യതയുണ്ട്. സോ അതിനെ ഒഴിവാക്കാനാണ് ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ. ഫിൽറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാൻ വേണ്ടിയില്ല. സോ ഇത് നമ്മുടെ ഹൈഡ്രോളിക് പമ്പാണ്. ഈ ഹൈഡ്രോളിക് പമ്പ് നമുക്ക് വിശദമായിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. എന്താണ് ഹൈഡ്രോളിക് പമ്പിന്റെ ഫംഗ്ഷൻസും, അതുപോലെ ഹൈഡ്രോളിക് പമ്പിന്റെ കുറെ ടൈപ്പ് ഉണ്ട്. സ്ക്രൂ പമ്പ്, പിസ്റ്റൺ പമ്പ്, അങ്ങനെ കുറെ ടൈപ്പ് പമ്പുകൾ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പൊ ഈ പമ്പാണ് ഇവിടെ കിടക്കുന്ന ഈ ലിക്വിഡിനെ സപ്ലൈ ചെയ്യുന്നത് ഓർത്തിരിക്കുക. പമ്പിന് പവർ കൊടുക്കുന്നത് ഒരു ഇലക്ട്രിക് മോട്ടറിന്റെ സഹായത്തോടെ. അതാണ് ഒരു പ്രൈം സോഴ്സ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. പവർ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക് മോട്ടർ ആയിരിക്കും. ആ പവർ വെച്ചിട്ടാണ് നമ്മുടെ പമ്പ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു പ്രഷർ റെഗുലേറ്റർ നിങ്ങൾ കണ്ടോ? പ്രഷർ റെഗുലേറ്റർ എന്ന വേർഡ് കേട്ടാൽ എന്താ അർത്ഥം? പ്രഷർ റെഗുലേറ്റർ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പ്രഷർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് വേണ്ട ഒരു അളവുണ്ട് പ്രഷറിന്. അത് കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. കൂടിക്കഴിഞ്ഞാലോ? കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഒക്കെ കൃത്യമായിട്ട് അത് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പൈപ്പ് സിസ്റ്റത്തിനൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കുറഞ്ഞാലോ? കുറഞ്ഞാൽ നമുക്ക് വേണ്ട പ്രഷർ കിട്ടത്തില്ല, കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യത്തില്ല. സോ നമുക്ക് വേണ്ട അളവിൽ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് പോകണം. അതിനാണ് നമ്മൾ പ്രഷർ റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്. പ്രഷർ റെഗുലേറ്റർ ആ വേർഡ് തന്നെ ഉണ്ട്. പ്രഷർ റെഗുലേറ്റർ എന്താണെന്നുള്ള കാര്യം അതിനകത്ത് ഒരുപാട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്താണ് പ്രഷർ റെഗുലേറ്റർ എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഈ പ്രഷർ റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. ഇറ്റ് റെഗുലേറ്റ്സ് ഓർ മെയിൻറ്റെയിൻ ദ റിക്വയർഡ് ലെവൽ ഓഫ് പ്രഷർ ഇൻ ദ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡിന് കൃത്യമായി വേണ്ട അളവിലെ പ്രഷർ കൊടുക്കുക, കൂടുതലും കൊടുക്കരുത്, കുറവാവരുത്. സോ അതിനാണ് നമ്മുടെ പ്രഷർ റെഗുലേറ്റർ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി അതിനുശേഷം പ്രഷർ റെഗുലേറ്റർ കൂടെ ഈ കാണുന്ന ലിക്വിഡ് ഈ പൈപ്പ് കൂടെ പുറത്തോട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഡയറക്ഷൻ കൺട്രോൾ വാൾവ് നമുക്ക് വാൾവോടുണ്ട്. ഡയറക്ഷൻ കൺട്രോൾ വാൾവ്. എന്താ ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്? ഡയറക്ഷൻ കൺട്രോൾ വാൾവ് ആക്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് നമുക്കൊരു കാര്യം പറയാം. ഇവിടെ ആക്ച്വേറ്റർ എന്ന ഒരാളുണ്ട്. ആക്ച്വേറ്റർ. എന്താ ഈ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഹൈഡ്രോളിക് പവർ ആണ്, അല്ലെ? ഇവിടെ ഉള്ളത് ഈ വെള്ളത്തിനുള്ള പവർ അല്ലെങ്കിൽ ലിക്വിഡിനുള്ള പവർ ഹൈഡ്രോളിക് പവർ ആണ്. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തൊരു മെക്കാനിക്കൽ വർക്കാക്കി മാറ്റണം. ഈ മെക്കാനിക്കൽ വർക്ക് ആക്കുമ്പോഴാണല്ലോ ഈ പറഞ്ഞ ലോഡ് മുകളിലോട്ട് റൈസ് ചെയ്യുന്നത്, താഴോട്ട് വരികയൊക്കെ ചെയ്യുന്നത്. സോ ഈ എനർജി കൺവേർഷൻ ഉപയോഗിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ. ആക്ച്വേറ്റർ ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഫ്ലൂയിഡ് പവർ ഇൻടു മെക്കാനിക്കൽ പവർ ടു ഡു ദ യൂസ്ഫുൾ വർക്ക്. അപ്പം അതാണ് നമ്മുടെ ആക്ച്വേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വേറ്റർ സാധാരണ ഇതിൽ ലീനിയർ ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ റോട്ടറി ടൈപ്പും ഉണ്ട്. ലീനിയർ ടൈപ്പും ഉണ്ട്, റോട്ടറി ടൈപ്പും ഉണ്ട്. ലീനിയർ ടൈപ്പ് ആണ് ഇപ്പൊ നിങ്ങൾ ഫിഗറിൽ കാണുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് പറയുന്നത്. ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു ലീനിയർ ആക്ച്വേറ്ററിന്റെ എക്സാമ്പിൾ ആണ്. ഇനി റോട്ടറി ആക്ച്വേറ്റർ ഉണ്ടല്ലോ. റോട്ടറി ആക്ച്വേറ്ററിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? റോട്ടറി ആക്ച്വേറ്ററിന്റെ റോട്ടറി ടൈപ്പിന്റെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതിപ്പം ലീനിയർ മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റേത് റോട്ടറി മൂവ്മെന്റ് ആയിരിക്കും, റൗണ്ട് മൂവ്മെന്റ് ആയിരിക്കും. എക്സാമ്പിൾ ഹൈഡ്രോളിക് മോട്ടറിന്റെ ആക്ച്വേറ്റർ ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റോട്ടറി ആക്ച്വേറ്റർ. സോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇവിടുത്തെ പ്രഷർ റെഗുലേറ്റർ കൂടെ നമ്മൾ കൃത്യമായ അളവിൽ പ്രഷറുള്ള ആ ഒരു ലിക്വിഡിനെ നമ്മൾ ഡയറക്ഷൻ കൺട്രോൾ വാൾവിൽ കൂടെ കയറ്റി വിടും. അതിന്റെ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. ഇതിനെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ആ രീതിയിൽ നമ്മൾ ഫ്ലൂയിഡിനെ അങ്ങോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുക, ഡയറക്ഷൻ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ഡയറക്ഷൻ എങ്ങോട്ട് വിടണം, എങ്ങോട്ട് വിട്ടാൽ ഇത് മുകളിലോട്ട് റൈസ് ചെയ്യും, എങ്ങോട്ട് പോയാൽ ഇത് താഴോട്ട് തിരിച്ചിറങ്ങി വരും. ആ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ താഴെയാണ് കൊടുക്കുന്നത്, ഇത് മേളിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ താഴോട്ട് ഇറങ്ങി വന്ന് ഇവിടെ കൂടെ ഇത് താഴോട്ട് ഇറങ്ങി വരും. അതുപോലെ ഇവിടെ കിടക്കുന്ന ആ ലിക്വിഡ് തിരിച്ച് നമ്മുടെ സമ്പിലോട്ട് തിരിച്ചു പോവുകയും ചെയ്യും. ഇനി ഇവിടെ ആണ് കൊടുക്കുന്നതെങ്കിലും അതിനെ മേലോട്ട് ഉയർത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ നമ്മുടെ ഈ ഹൈഡ്രോളിക് ഓയിൽ ഉണ്ടല്ലോ, ലിക്വിഡ് ഉണ്ടല്ലോ, ആ ലിക്വിഡിനെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഡയറക്ഷൻ കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത്. അപ്പം ഡയറക്ഷൻ കൺട്രോൾ വാൾവ് എന്താണ് ഫംഗ്ഷൻ പറയുന്നത്? The direction control valve controls the direction of the flow in a circuit.
ആ സർക്യൂട്ടിലെ നമ്മുടെ ഫ്ലൂയിഡിന്റെ ഡയറക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി പ്രഷർ കൺട്രോൾ വാൾവുകൾ ഉണ്ടാവും. പ്രഷർ കൺട്രോൾ വാൾവ് ഉണ്ടെങ്കിൽ പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും, പ്രഷർ ലെവലിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പം ഈ DCV അല്ലെങ്കിൽ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഇൻ എ സർക്യൂട്ട്. കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക. ഇനി ഇതുപോലെ തന്നെ ഫ്ലോ കൺട്രോൾ വാൾവുകൾ ഉണ്ടാവാം, പ്രഷർ കൺട്രോൾ വാൾവുകൾ ഉണ്ടാവാം. അതൊക്കെ ആ പ്രഷർ എന്ന വേർഡ് തന്നെയാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലോ കൺട്രോൾ ആണെങ്കിലോ അവിടെയുള്ള ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഈ പറഞ്ഞ നമ്മളുടെ ഈ ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ലിക്വിഡിനെ നമ്മൾ അല്ലെ ആ ഓയിലിനെ കടത്തി വിടുന്നത് ഈ ആക്ച്വേറ്റർ ഹൈഡ്രോളിക് പവറിനെ നമ്മുടെ മെക്കാനിക്കൽ പവർ ആക്കി മാറ്റും. അങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ പവർ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് മുകളിലോട്ട് പോകും. ഇത് മുകളിലോട്ട് പോകുമ്പോൾ ഈ ലോഡ് മുകളിലോട്ട് റൈസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇനി അത് തിരിച്ച് ഡയറക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് താഴോട്ട് ഇറങ്ങി വരും. അപ്പം ഈ ഒരു ലോഡിനെ മുകളിലോട്ട് റൈസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കിടന്ന ഹൈഡ്രോളിക് ഓയിലിനെ ഉപയോഗിച്ച് വർക്ക് ചെയ്തു. ഇതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഒരു ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു പമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പമ്പാണ് നമുക്ക് ഈ വെള്ളത്തിന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ട്, എന്തിനാ ഈ പമ്പിന് പവർ സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വാൾവ് ഉണ്ട്. വാൾവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡയറക്ഷൻ കൺട്രോൾ വാൾവ് ഉണ്ട്. അത് ഡയറക്ഷൻ കൺട്രോൾ വാൾവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഇതിന്റെ ഈ ഫ്ലോയുടെ ഡയറക്ഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി ആക്ച്വേറ്റർ ഉണ്ട്, ഇറ്റ് കൺവേർട്ട് ദ പ്രഷർ ഓഫ് ദ ഓയിൽ ഇൻ ടു മെക്കാനിക്കൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന, അല്ലെ മെക്കാനിക്കൽ എനർജി ടു ഡു ദ വർക്ക്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ. ലീനിയർ ടൈപ്പ് ഉണ്ട്, റോട്ടറി ടൈപ്പ് ഉണ്ട്. ലീനിയർ ടൈപ്പ് ആക്ച്വേറ്ററിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മളുടെ റോട്ടറി ടൈപ്പിന്റെ ആണ് നമ്മുടെ ഹൈഡ്രോളിക് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. പൈപ്പിംഗ് ടു ക്യാരി ദ ഓയിൽ ഫ്രം ദ ലൊക്കേഷൻ ടു അതർ, ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റു ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടി പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു ന്യൂമാറ്റിക് സിസ്റ്റം ആണ്. ഒരു ന്യൂമാറ്റിക് സിസ്റ്റം പറ്റിയാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ തന്നെ ഏറെക്കുറെ സാമ്യമുള്ളത് തന്നെയാണ് ഇവിടെ ന്യൂമാറ്റിക് സിസ്റ്റം വരുന്നത്. അപ്പൊ ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആ ഗ്യാസ് എന്ന് പറയുന്നത് എയർ ആണ്, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ നമ്മൾ സക്ക് ചെയ്തെടുക്കും. അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ സക്ക് ചെയ്തെടുക്കും. സക്ക് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മളൊരു ഫിൽറ്റർ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ കംപ്രസറിൽ എത്തിക്കും. നമ്മുടെ കംപ്രസറിൽ എത്തിക്കും. ഈ കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പവർ സപ്ലൈ എന്ന് പറയുന്ന ഒരു മോട്ടോർ വഴിയായിരിക്കും. മോട്ടറിന്റെ സഹായത്തോടെ ആയിരിക്കും അവിടെ കംപ്രസർ ഇതിനെ എയറിനെ കംപ്രസ് ചെയ്യുന്നത്. നമുക്കറിയാം കംപ്രഷൻ നടക്കുന്ന സമയത്ത്, ആ ഒരു സമയത്ത് അവിടെ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മളൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എയർ കൂളേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ സക്ക് ചെയ്തെടുത്ത് ഫിൽറ്റർ ചെയ്തു, കംപ്രസറിൽ കൊണ്ടുവന്നു, കംപ്രസർ വർക്ക് ചെയ്യിപ്പിച്ചു. വർക്ക് ചെയ്യിക്കാനുള്ള പവർ കൊടുത്തത് നമ്മുടെ ഈ മോട്ടറാണ് പവർ സപ്ലൈ ആയിട്ട് അവിടെ ആക്ട് ചെയ്തത്. സോ കംപ്രസ് ചെയ്തു. ആ കംപ്രഷൻ പ്രോസസ്സിന് ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ടെമ്പറേച്ചർ ഒന്ന് റൈസ് ചെയ്തു. സോ ആ ഒരു എയറിനെ ഒന്ന് കൂളാകാൻ വേണ്ടി നമ്മൾ ഒരു എയർ കൂളറിലോട്ട് അതിനെ കടത്തി വിട്ടു. അതാണ് അവിടുത്തെ സിസ്റ്റമായിട്ട് വരുന്നത്. ഇനി അതിനുശേഷം സംഭവിക്കുന്നത് എന്തായിരിക്കും നിങ്ങൾ ഓർത്ത് നോക്കി. ഈ ഒരു ഫിഗർ വെച്ച് പറയാൻ വേണ്ടി പറ്റുമല്ലോ. എയർ കൂളറിൽ നിന്ന് പുറത്തു വരുന്നതിനെ നമ്മളൊരു സ്റ്റോറേജ് റിസർവറിനകത്തോട് സ്റ്റോർ ചെയ്യും. ഇനി ഇവിടെ ഇത് ഓപ്ഷനിലാണ്, ഈ കാണുന്ന ഡോട്ടഡ് ലൈൻസും പ്രഷർ സ്വിച്ച് ഓപ്ഷനിലാണ്. ഇത് ഫില്ല് ആവുന്ന സമയത്ത് ഓപ്പൺ ആക്കി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, ഈ സ്റ്റോറേജ് റിസർവോയിൽ നിന്ന് നേരെ ഒരു ഡയറക്ഷൻ കൺട്രോൾ വാൾവിലോട്ട് പോവാം. എന്തിനാ ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് ഇവിടെ വെച്ചിരിക്കുന്നത്? തൊട്ട് മുന്നേത്തെ അതേ ഫംഗ്ഷൻ. നമുക്കിതിനെ എങ്ങോട്ട്, ഏത് പൈപ്പ്, ഇത് പൈപ്പ് 1ഉം പൈപ്പ് 2 ആണെങ്കിൽ ഏത് പൈപ്പിലോട്ട് കയറ്റി വിടണമെന്ന് ആലോചിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കും. ആ ഡയറക്ഷൻ കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിലോട്ട് ഇങ്ങോട്ട് കയറി പോകും, അല്ലെങ്കിൽ അവിടെ കൂടെ അടുത്തടത്തിലോട്ട് പോകും. സോ ഇത് വഴിയാണ് നമ്മൾ ഈ പിസ്റ്റണ മുകളിലോട്ട് പൊക്കുന്നതും താഴോട്ട് ഇറക്കുന്നതും. ഈ ഒരു പിസ്റ്റന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഡയറക്ഷൻ കൺട്രോൾ വാൾവ് ഉപയോഗിക്കുന്നത്. സോ അതിനാണ് നമ്മൾ അവിടെ ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ മേലോട്ട് കയറ്റി വിടുമ്പോഴത്തേക്ക് അത് മേലോട്ടും താഴോട്ടും ഒക്കെ മൂവ് ചെയ്യും. താഴോട്ട് വരുമ്പോഴത്തേക്ക് തിരിച്ച് അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അതിനാണ് നമ്മൾ ഈ പറഞ്ഞ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് ഉപയോഗിക്കുന്നത്. ഇവിടെ കിടന്ന ഒരു ഫ്ലൂയിഡിന്റെ എനർജി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്യാസിന്റെ എനർജി ഉണ്ടായിരുന്നു. ഒരു ഗ്യാസ് ആണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ലിക്വിഡിന്റെ കേസ് പറഞ്ഞു, ഇവിടെ ഗ്യാസിന്റെ കേസാണ് പറയുന്നത്. ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന എയറിന്റെ ആ എനർജിയെ നമ്മൾ കൺവേർട്ട് ചെയ്തൊരു മെക്കാനിക്കൽ വർക്കായിട്ടാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത് കേട്ടോ. മെക്കാനിക്കൽ വർക്ക് ആണ് ഇവിടെ മേലോട്ടും താഴോട്ടും അത് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത്. ഈ ലോഡിന്റെ മുകളിലോട്ട് തള്ളിക്കൊണ്ട് പോവുകയാണ്, താഴോട്ട് ഇറക്കുവാണ്. അത് ചെയ്യുന്നത് നമ്മളുടെ ഈ എയറിന്റെ എനർജി വെച്ചിട്ടായിരിക്കും. സോ ഇതിന് എയർ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ച്വേറ്റർ ഉണ്ടല്ലോ, എന്തോ ഹൈഡ്രോളിക് എനർജിയെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ആക്ച്വേറ്റർ ആണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഇവിടെ ന്യൂമാറ്റിക് എനർജിയെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ആക്ച്വേറ്റർ ആണ് ഇവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ന്യൂമാറ്റിക് സിസ്റ്റത്തിനകത്ത് പഠിക്കാനുള്ളത്. ഒരു എയർ ടാങ്കിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഒരു കംപ്രസർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ഒരു ഇലക്ട്രിക് മോട്ടോർ ഉണ്ടായിരുന്നു, എന്തിനാ കംപ്രസറിന് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ വാൾവ് ഉണ്ടായിരുന്നു, ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാനായിട്ട്. പിന്നെ ആക്ച്വേറ്റർ ഉണ്ടായിരുന്നു. ഇതിനാണ് നമ്മൾ നേരത്തെ ഹൈഡ്രോളിക് പറഞ്ഞ പോലെ തന്നെ എനർജി കൺവേർഷൻ നടത്തുന്നത് ആക്ച്വേറ്റർ ആണ്. പിന്നെ അവിടെ പോകാനുള്ള പൈപ്പിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ പഠിക്കാനുള്ളത്. അത് കൂടാതെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്ന ഒരു ടോപ്പിക്കിലോട്ട് പോകാം. ഹൈഡ്രോസ്റ്റാറ്റിക്കും ഹൈഡ്രോ ഡൈനാമിക്കുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ആൻഡ് ഹൈഡ്രോ ഡൈനാമിക് സിസ്റ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്ലൂയിഡ് പവർ ഓട്ടോമേഷനകത്ത് രണ്ട് ടൈപ്പ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ട്, അതുപോലെ ന്യൂമാറ്റിക് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഹൈഡ്രോസ്റ്റാറ്റിക്കും ഹൈഡ്രോ ഡൈനാമിക്കും എന്ന് പറഞ്ഞ് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. എ ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം യൂസസ് ഫ്ലൂയിഡ് പ്രഷർ ടു ട്രാൻസ്മിറ്റ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലൂയിഡിന്റെ പവറാണ് ഉപയോഗിക്കുന്നത്. ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ഹൈഡ്രോസ്റ്റാറ്റിക് എന്നായിരിക്കും. ഹൈഡ്രോസ്റ്റാറ്റിക്സ് ഡീൽസ് വിത്ത് ദ മെക്കാനിക്സ് ഓഫ് സ്റ്റിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആൻഡ് യൂസസ് ദ തിയറി ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇൻ ഫ്ലൂയിഡ്. ദ സിസ്റ്റം ക്രിയേറ്റ്സ് ഹൈ പ്രഷർ ആൻഡ് ത്രൂ എ ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് കൺട്രോൾ എലമെന്റ്. ദിസ് പ്രഷർ ഡ്രൈവ്സ് ആൻ ആക്ച്വേറ്റർ. അത് എയ്തർ അത് ലീനിയർ ആവാം, റൊട്ടേഷനിലാവാം. അപ്പം ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം ഡീൽസ് വിത്ത് ദ ലിക്വിഡ് അറ്റ് റെസ്റ്റ്, സ്റ്റില്ലായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒഴുകാതിരിക്കുന്ന സ്റ്റാറ്റിക് ഫ്ലൂയിഡ് വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. The pump used in hydrostatic system is a positive displacement pump. As an example of pure hydrostatic is the transfer of force in hydraulics. ഹൈഡ്രോസ്റ്റാറ്റിക്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഹൈഡ്രോ ഡൈനാമിക് ഉണ്ട്. നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റാറ്റിക് ഫ്ലൂയിഡിന്റെ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഹൈഡ്രോ ഡൈനാമിക്സിൽ ഇരിക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഇൻ മോഷൻ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ സ്റ്റിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണെങ്കിൽ ഇവിടെ ഫ്ലൂയിഡ് ഇൻ മോഷൻ ആയിരിക്കും. പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ എ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ്. Hydrodynamics deals with the mechanics of moving fluid. മൂവിംഗ് ഫ്ലൂയിഡിന്റെ മെക്കാനിസം ആണ് അവിടെ ഹൈഡ്രോഡൈനാമിക്സിൽ ഉള്ളത്. The pump used in hydrodynamic system is a non-positive displacement pump. ഇവിടെ ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ആണ്. പമ്പിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചവരാ നിങ്ങൾ HM-ലൊക്കെ. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റും റോട്ടോ ഡൈനാമിക്കും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന്റെ എക്സാമ്പിൾ എന്തോന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ഉപയോഗിക്കുന്ന റെസിപ്രോക്കേറ്റിംഗ് പമ്പൊക്കെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന്റെ എക്സാമ്പിൾ ആണ്. റോട്ടോ ഡൈനാമിക് ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പാണ് നമ്മൾ പറയാറുള്ളത്. The pump used in hydrodynamic system is a non-positive displacement pump. An example for pure hydrodynamics is the conversion of flow energy in turbine in hydroelectric power plant. ഹൈഡ്രോളിക് പവർ പ്ലാന്റിലൊക്കെ ഉപയോഗിക്കുന്നത് ഹൈഡ്രോഡൈനാമിക് സിസ്റ്റം ആണ്. സോ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഹൈഡ്രോസ്റ്റാറ്റിക് എന്നും ഹൈഡ്രോഡൈനാമിക് ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് കേട്ടാലും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ എല്ലാം ബേസിക് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാസ്കൽസ് ലോ വെച്ചിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. പാസ്കൽസ് ലോ. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ മോഡ്യൂളിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബാക്കി പ്യൂർലി തിയറി ആണ് കാര്യങ്ങൾ. നമ്മുടെ ഹൈഡ്രോളിക് ഓയിലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ആ ഫ്ലൂയിഡിനകത്ത് ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മോസ്റ്റ് പ്രോബബിളി ചോദിക്കുന്ന പാർട്ട് ബിയിലെ എസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു മേഖലയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ഹൈഡ്രോഡൈനാമിക്കും ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം തമ്മിലെ വ്യത്യാസം ചോദിക്കാം. വാട്ട് ആർ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഹൈഡ്രോളിക് സിസ്റ്റം ആൻഡ് എ ന്യൂമാറ്റിക് സിസ്റ്റം ചോദിക്കാം. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങൾ ഈ നോട്ട് കൃത്യമായിട്ട് വായിക്കുക. ഈ നോട്ടിനകത്തുള്ള പോയിന്റ്സ് കൃത്യമായിട്ട് വായിക്കുക. ഇതിനകത്ത് തന്നെ ഏകദേശം എല്ലാ പോയിന്റ്സും കവർ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ പ്യൂർ തിയറി, നിങ്ങൾ വായിച്ചു കിട്ടുന്ന തിയറിയാണ്. അതുകൊണ്ടാണ് വീണ്ടും എക്സ്പ്ലെയിൻ സമയം കളയാത്തത്. നോട്ട് കൃത്യമായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.